So usually in sentence order we have this subject verb that kind of things anyway, but as we have already mentioned, we have discussed about it. I thought why should we repeat it anyway. This area we are focusing on independent clause and dependent clause and that kind of things. Okay, so independent clause means that, as you know, that it is a clause that can stand alone as a sentence, and it contains a subject and a verb and is a complete idea. That is, I like chocolates, he reads many books, etc., which is a very simple thing, basic thing. Then dependent clause എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സംതിങ് ദാറ്റ് എ ക്ലോസ് ദാറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ, ഇറ്റ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അതിനെന്താണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ക്ലോസ് നമുക്ക് ഓൾറെഡി ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ. ബട്ട് സി ദാറ്റ് ഈസ് ഓൾദോ ഐ ലൈക്ക് ചോക്ലേറ്റ്സ്, we know that something is left there, so that is an dependent clause or subordinate clause. Okay, now we can go to the next part, that is a simple sentence contains a subject and a verb. അതായത് നമുക്ക് സബ്ജക്റ്റും വേർബും ഉണ്ടാവും, അതുപോലെ തന്നെ ഒബ്ജക്റ്റും മോഡിഫയേഴ്സും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. അതുപോലെ however it contains only one independent clause. എങ്ങനെയാണ്? അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസേ ഉണ്ടാവുള്ളൂ. They are students, for example. Okay, complete, that sentence is complete. There is a subject and then there is a verb. Of course അതോട് അതിലെ മീനിങ് കംപ്ലീറ്റ് ആണ്. അപ്പം സംടൈംസ് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് എങ്ങനെയാണ്, വിത്ത് ജെറൻസ്, ഹാവിങ്, ബീയിങ്, ടേക്കിംഗ്. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഒരു സെൻറ്റൻസ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് എപ്പോഴും അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും എന്നല്ല, നമുക്കൊരു സിമ്പിൾ സെൻറ്റൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക്, മീൻസ് ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിനെ നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ ആവശ്യം വരുന്ന സമയത്ത് we can use these gerunds. Okay, like having, being, taking ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇപ്പം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് യൂഷ്വലി ദേ ആസ് ടു കൺവേർട്ട് എ കോമ്പൗണ്ട് സെൻറ്റൻസ് ഇൻ ടു എ സിമ്പിൾ സെൻറ്റൻസ്, അങ്ങനെയാണ് തരിക. അപ്പം അതിൽ രണ്ട് കോമ്പൗണ്ട് സെൻറ്റൻസ് ആകുമ്പോൾ യൂഷ്വലി വി ഹാവ് ടു parts, two independent parts, clause. Okay, so the way how we can connect the sentence or how we can convert a compound sentence into a simple sentence is by using these gerunds, having, being, taking. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ we can see that. For example, see here, yeah, the thing is that being a mother you have to work round the clock. Okay, being a mother you have to work around the clock എന്ന് പറയുമ്പം അവിടെ ബീയിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് ആണ് ആക്ച്വലി ഇത്, അല്ലേ? സിമ്പിൾ സെൻറ്റൻസ് ആണ്, അവിടെ കംപ്ലീറ്റ്നെസ് ഉണ്ട്. ബീയിങ് എ മദർ യു ഹാവ് ടു വർക്ക് അറൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയുന്നതിൽ അതിനെ നമ്മൾ എന്താണ്, സിമ്പിൾ സെൻറ്റൻസ് ആകുമ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടു ഹി ഈസ് ടു ടയേർഡ് ടു വാക്ക് എന്ന് പറയുന്നതും എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഹി ഈസ് ടയേർഡ് ആൻഡ് ഹി കനോട്ട് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഹി ഈസ് ടു ടയേർഡ് ടു വാക്ക് എന്നാക്കി കൂടെ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ബീയിങ്, അതുപോലെ ING ഫോംസ്, ജെറൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ടു എന്നുള്ളത് ചേർത്തിട്ടും നമുക്ക് ഇങ്ങനെ ഇപ്പം രണ്ട് ഐഡിയാസ് ഒന്നുകൊണ്ട് മറ്റൊന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ള ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can use this. Okay, now we have compound sentences that contains at least two independent clauses. As you know that these two independent clauses can be combined with a comma and a coordinating conjunction or with semicolon ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ, അതായത് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൻഡ്, ഓർ, ബട്ട്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കോമ്പൗണ്ട് സെൻറ്റൻസുകളെയാണ്. ദാറ്റ് ഈസ് വി മസ്റ്റ് ഡ്രിങ്ക് ഓർ വി കനോട്ട് ലീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദേ ആർ സ്റ്റുഡൻസ് ആൻഡ് ദേ ഗോ ടു സ്കൂൾ എന്ന് പറയാം. ദേ ആർ സ്റ്റുഡൻസ് ദേ ഗോ ടു സ്കൂൾ എന്ന്. അങ്ങനെ നമ്മൾ ആൻഡോ, ഓറോ, ബട്ടോ, സോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കും. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്താണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് എ കോംപ്ലക്സ് സെൻറ്റൻസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ്. എന്താണ് കോമ്പൗണ്ട്? ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് പറഞ്ഞു, അതുപോലെ സിമ്പിൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ആകുമ്പോൾ എങ്ങനെയാണ്, ഒന്ന് നമുക്ക് ഒരു ക്ലോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആയിരിക്കും. അതുപോലെ നമുക്ക് അടുത്തതെന്ന് പറയുമ്പോൾ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. മീൻസ് ഒന്നൊന്നിനോട് തന്നെ ചേർന്ന് നിൽക്കണം, എന്നാലേ ഉള്ളൂ അതിന് എന്താണ് ഒരു അർത്ഥം കിട്ടുള്ളൂ, അല്ലേ?
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദീസ് ആർ വെരി സിമ്പിൾ തിങ്സ്. ദാറ്റ് ഈസ് ഇഫ് എ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് നോട്ട് ദ കോമ ആഫ്റ്റർ ദിസ് ക്ലോസ്. ഇപ്പം ഡിപ്പെൻഡൻറ്റ് ക്ലോ കൊണ്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഡിപ്പെൻഡൻറ്റ് ക്ലോ കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക. ദാറ്റ് ഈസ് ഇഫ് ദേ ലൈക്ക് ടു വാച്ച് മൂവീസ് ഇൻ ബിഗ് സ്ക്രീൻ കോമ ദേ ഷുഡ് ഗോ ടു തിയേറ്റർ. ഇഫ് ദേ ലൈക്ക് ടു വാച്ച് മൂവീസ് ഇൻ ബിഗ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനുശേഷം നമ്മൾ വി ഹാവ് ടു പുട്ട് എ കോമ ദേ ഷുഡ് ഗോ ടു തിയേറ്റർ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഫൈൻ. നോ ഇപ്പം അതിൻ്റെ ഒരു എന്താണ് ഇഫ് ഓൺ ദ അതർ ഹാൻഡ് ദ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ദർ ഇസ് നോ കോമ സെപ്പറേറ്റിംഗ് ദ ടു ക്ലോസസ്. അതായത് എന്താണ് നമ്മൾ സെൻറ്റൻസ് നോർമലി ഇപ്പം തുടങ്ങുന്നത് തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കോമയുടെ ആവശ്യമില്ല. ദേ ഷുഡ് ഗോ ടു തിയേറ്റർ ഇഫ് ദേ ലൈക്ക് ടു വാച്ച് മൂവീസ് ഇൻ ബിഗ് സ്ക്രീൻ. ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. നൗ കോംപ്ലക്സ് സെൻറ്റൻസുകളാക്കുന്നത് ഇപ്പം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഓർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതൊക്കെ കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ബീയിങ്, പിന്നെ ഹാവിങ്, ടേക്കിങ്, അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ടു എന്ന് പറയുന്നത് സിമ്പിൾ സെൻറ്റൻസിൻ്റെ പ്രത്യേകതയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കോംപ്ലക്സ് സെൻറ്റൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മീൻസ് കൺവേർട്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇതൊക്കെ ബുദ്ധിമുട്ട് വരിക. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടേംസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഐഡിയ നമ്മുടെ അടുത്ത് ഉണ്ടാവും, പിന്നെ ഈ ടേംസ് വെച്ച് നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇഫ്, ബിക്കോസ്, ദോ, വെൻ, ഹൂ, വിച്ച്, വാട്ട് എക്സെട്ര ഒക്കെ നമ്മൾ എന്തിലാണ് പറയുന്നത് കോംപ്ലക്സ് സെൻറ്റൻസുകളുടെ അകത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, മീൻസ് എങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ. സോ പിന്നെ ഇടയിൽ നമ്മൾ വേർഡ്സ് സോ ദാറ്റ് എന്ന് പറയുന്നില്ലേ, അതൊക്കെ അതുപോലെ ഇഫ് എന്ന് പറയാം, ബിക്കോസ്, ദോ, വെൻ, ഹൂ, വിച്ച്, വാട്ട് എക്സെട്ര എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകതകളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കിയൊന്നും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് യു പീപ്പിൾ ഓൾ ആർ ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, ദീസ് ആർ ബേസിക് തിങ്സ്. യു നീഡ് നോട്ട് ഹാവ് ടു ഫോക്കസ് ഓൺ ദീസ്. ബട്ട് when it comes to PSC examinations, it is very important that we identify those terms which can define what type of sentence is that. Okay, usually we have two questions related to the type of sentences and the word order and these kind of things. എങ്ങനെയാണ്, that is നമുക്കറിയാം ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് മീൻസ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് എക്സെട്ര അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഉണ്ടാവാം ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും. അതല്ലെങ്കിൽ കഴിഞ്ഞ HSCക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നതിൻ്റെ ഡാഷ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ കോമ്പൗണ്ട് ആയിരുന്നു അതിൻ്റെ ആൻസർ. അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് വി ഐഡൻറ്റിഫൈ ദീസ് ടേംസ്, സ്പെസിഫിക് ടേംസ്. ഓക്കെ, അപ്പോഴേ ഉള്ളൂ നമുക്കിത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതർവൈസ് ദർ ഇസ് നോ പോയിന്റ് ഇൻ സ്റ്റഡിങ് what is this independent clause or dependent clause, subordinate clause. There is no meaning in studying all these kind of things. The thing is that you have to identify it, because അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നിങ്ങളോട് ഇതിപ്പോൾ ഇതിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് നിങ്ങൾക്ക് സിമ്പിൾ സെൻറ്റൻസിലേക്ക് ആക്കാൻ പറഞ്ഞാൽ യു ഷുഡ് ബി ഏബിൾ ടു കൺവേർട്ട്. യു ഹാവ് ടു യൂസ് അപ്രോപ്രിയേറ്റ് ടേംസ്, യു ഹാവ് ടു യൂസ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ആൻഡ് സ്ട്രക്ചർ, ഓർഡർ in a sentence. That is what we have to focus when it comes to PSC examinations. Okay, now we have compound complex sentence. അത് എന്താണ്, അത് നമ്മൾ that is a sentence that combines both that is dependent and that അതിൽ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിരിക്കണം. എന്നാലേ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ കോമ്പൗണ്ട് സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ അതാണല്ലോ, that is it should have at least ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പോഴേ അത് കോമ്പൗണ്ട് ആവുന്നുള്ളൂ. പിന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഓക്കെ, ഷീ കംപ്ലീറ്റഡ് ഹെർ ലിറ്ററേച്ചർ റിവ്യൂ ബട്ട് സ്റ്റിൽ ഷീ നീഡ്സ് ടു വർക്ക് ഓൺ ഹെർ മെത്തേഡ് സെക്ഷൻ. ഓക്കെ, ഈവൻ ദോ ഷീ ഫിനിഷ് ഹെർ മെത്തേഡ് കോഴ്സ് ലാസ്റ്റ് സെമസ്റ്റർ എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് എന്താണ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ദ ഫസ്റ്റ് ടു സെൻറ്റൻസസ് ആർ ബേസിക്കലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ക്ലോസസ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ് എന്നും പറയാറുണ്ട്. ഓക്കെ.